വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പ്രേക്ഷകരിൽ ഒരാളാണ് ഇന്ന് എൻ്റെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എനിക്ക് എന്നെ സന്തോഷമാണെന്ന് നോക്കിയേ. വേറെ ഒന്നുമല്ല, നമ്മൾ കൊണ്ടോട്ടിയിൽ വെച്ച് നടത്തിയ ഒരു ആനീസ് കിച്ചൻ്റെ കുക്കറി കോൺടെസ്റ്റ് നടത്തിയായിരുന്നു. അപ്പം ആ കുക്കറിയിൽ ഫസ്റ്റ് കിട്ടിയവരാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അവർ വരുന്നതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മട്ടൺ കറിയാണ് വെക്കാൻ പോകുന്നത്. മട്ടൺ കറി എപ്പോഴും നമ്മൾ വീടുകളിൽ വെക്കുന്ന പോലെയല്ല, ഒരു ഇച്ചിരി വ്യത്യാസമായിട്ടാണ് വെക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മലബാർ സൈഡ് കൊണ്ടോട്ടി സൈഡിലൊക്കെ മട്ടൺ, ബീഫ്, ചിക്കൻ ഇതൊക്കെ അവരിതിൻ്റെയൊക്കെ ഉസ്താദ് എന്നൊക്കെ പറയില്ലേ, അതാണ്. അതിൻ്റെ ഇടയിൽ ഒന്നും അല്ല. പക്ഷെ എന്നാലും നമുക്കറിയാവുന്ന തമ്പുരാൻ നമുക്ക് തന്ന കഴിവിൽ എന്നാൽ അറിയാവുന്ന ഒരു അറിവിൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു കറി അവർക്ക് ചെയ്തു കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കറിയായത്. ഇത് എളുപ്പാട്ടോ, വീട്ടിലുള്ള സാധനം വെച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷെ എന്നാൽ അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ചെയ്യത്തുള്ളൂ. ഇനി വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഇത് പട്ടയുടെ ഇലയാ, ഒരു 2 എണ്ണം. പിന്നെ വേണ്ടിയത് ഒരു ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമുക്ക് പട്ടയുടെ ഇലയും വേണം, പട്ടയും വേണം. ഇത് കുറച്ച് ജാവിത്രിയ, കുറച്ച് ജീരകം, സാദാ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്. ഇത് ഇത്രയാ സ്പൈസസ് വേണ്ടിയത്. നെക്സ്റ്റ് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി സവാള. ഇതൊരു 2 സവാളയാണ്, മീഡിയം സൈസ്. പിന്നെ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇത് ചതച്ചെടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഒരു 1 കിലോ മട്ടണായത്. പിന്നെ വേണ്ടിയത് കുറച്ച് പാൽപ്പൊടിയാണ്. അത് നമ്മൾ ഇതുവരെ എവിടെയെങ്കിലും ചേർത്തിട്ടുണ്ടോ? ഇത് കുറച്ച് എന്താ പറയുക, നാണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കറിയാട്ടോ അത്. അല്ലെങ്കിൽ നല്ല നൂൽ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിയില, അത് അതിൻ്റെ ആ ഫ്ലേവർ കയറ്റാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. ഇത് കുറച്ച് തേങ്ങയും ബദാമും കൂടെ അരച്ചതാ. അതല്ലാന്നുണ്ടെങ്കിൽ ബദാം മാത്രം ഇടാം. അല്ല, ബദാമും തേങ്ങയും കൂടെ അരച്ച, അല്ലെങ്കിൽ കാഷ്യൂ അരയ്ക്കാം, കപ്പലണ്ടി അരയ്ക്കാം, ഏതായാലും. ഇപ്പം എൻ്റെ കയ്യിൽ ബദാം ഇരുന്നുകൊണ്ട് ഞാൻ അത് അരച്ചെടുത്തതാ. പിന്നെ കുറച്ച് തൈര്. ഇത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഉണ്ട്. അതല്ലാതെ എനിക്ക് കുറച്ച് പച്ചക്കിടണം. അതിനായിട്ട് ഒരു 1/2 സവാള. ഇത്രയും സാധനമാണ് നമുക്ക് ഈ മട്ടൺ കറിക്ക് വേണ്ടിയത്. ഇതിൻ്റെയും പ്രൊസീജിയർ സെയിം ആണ് നമ്മൾ ചെയ്യുന്നത് പോലെ. ഏതാ 1 by 1 ഒരു ചീനച്ചട്ടി, എന്താ പറയുക, ഒരു ചൂട് കട്ടിയുള്ള പാത്രമാകുന്നതിൽ നമുക്ക് എളുപ്പമുണ്ട് എല്ലാം ചെയ്യാനായിട്ട്. ആദ്യം ആ ഉള്ളി ഒന്ന് വാടുന്നതിൻ്റെ താമസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടപടാ അല്ല ആയിക്കോളും. പക്ഷേ ഇതിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിലാണേ. ഓക്കെ, ഈ എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് സ്പൈസസ് എല്ലാം ചേർക്കാവേ. ആദ്യം ഒരു 2 പട്ടയുടെ ഇല മതി, ഒത്തിരി വേണ്ട. കുഞ്ഞു 2 പട്ടയുടെ ഇല. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ഗ്രാമ്പൂ, എല്ലാ സ്പൈസസും. പിന്നെ ഏലക്ക, പട്ട. ഇത് ഇച്ചിരി കട്ടിയുള്ളതാണേ, അതുകൊണ്ട് ഞാനൊരു 1/2 ഇടുന്നുള്ളൂ. പിന്നെ ഒരു എതള്, അതായത് ഇതിപ്പോൾ ഒരു കുഞ്ഞെതളല്ലേ, ഒരു ഇച്ചിരിയും കൂടി ഒരു ജാവിത്രി. അത് കഴിഞ്ഞാൽ ഒരു ടീസ്പൂണോളം ജീരകം. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്. ഇതെല്ലാം 1 ടീസ്പൂൺ കണക്ക് വെച്ചു കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് മൂക്കാൻ അധികം സമയം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഈ ചീനച്ചട്ടിക്കകത്തോട്ട് പെട്ടെന്നെല്ലാം ആവും. ഇനി ഇതിനകത്തോട്ട് സവാള ഇടുക. സവാളയുടെ പരുവം നല്ല ബ്രൗൺ കളറാട്ടോ. അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ വറുക്കുന്ന പോലെ തന്നെ ബ്രൗൺ. അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പിടുക. ആക്ച്വലി മട്ടൺ ചീനച്ചട്ടിയിൽ വെച്ചാൽ ഒന്നും വേവാൻ പോകുന്നില്ല. ഞാൻ മസാല ചേർക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നത്. അതല്ല, നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് ഒരു കുക്കറിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാലും മതി. ഇപ്പം ഞാൻ കുക്കറിൽ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ വാവട്ടം വിസ്താരം നമുക്കൊന്നും അറിയാൻ ഒക്കുകയല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ചീനച്ചട്ടിയിലോട്ടാക്കിയത്. മസാല എല്ലാം ആക്കി വെച്ചാൽ നമുക്ക് കുക്കറിനകത്ത് വേവിക്കാം. പിന്നെ ഉള്ളി നല്ല ബ്രൗൺ ആയി. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഉള്ളി ബ്രൗൺ ആയതിനകത്തോട്ട്, മട്ടൺ ആകുമ്പോഴും ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് കാര്യമായിട്ട് വേണം. പക്ഷേ ഇത് സ്ഥിരം ഞാൻ പറയുന്ന പോലെ മേടിക്കുന്നതായതുകൊണ്ട് ഒരു 3/4 സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ.
ഇതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് മുരിഞ്ഞോട്ടെ. ഇനി ഈ മട്ടനും ഉള്ളിയും ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഫ്രൈ ആയി ഈ പിങ്ക് കളർ എന്നുള്ളത് ഒന്ന് വൈറ്റ് ആയി മാറണം. ഇനി ഇതിനകത്തോട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അങ്ങ് നമ്മൾ ചേർക്കും. നെക്സ്റ്റ് നമ്മുടെ മസാല എല്ലാം, അതായത് എന്നത്തിനെന്നറിയോ ഇപ്പം ഈ മസാല ചേർക്കുന്നത് വൈറ്റ് ആയി കഴിഞ്ഞ ഉടനെ ഈ ഇറച്ചിന്നുണ്ടല്ലോ വെള്ളം ഊറുവേ, അന്നേരം നമ്മൾ ഈ മസാല ചേർത്ത് കഴിഞ്ഞാൽ ആ പൊടി വേവാനും ഒക്കെ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ മഞ്ഞപ്പൊടി തുടങ്ങാം. ഫസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തു. അത് കഴിഞ്ഞ് മുളക് പൊടി ഒരു കാശ്മീരിയാണ്, ഒരു 2.5 ടേബിൾ സ്പൂണോളം ആവാം. അതല്ല മറ്റേ 50-50 ബേസിസ് ഇടുന്നതെങ്കിൽ നമ്മുടെ എരിവുള്ള ഒരു മുളക് പൊടി ഒരു 1.5 കാശ്മീരി 1 ആയിട്ട് അങ്ങ് ഇട്ടേച്ചാൽ മതി. ഇനി ഈ പൊടിയുടെ ഒക്കെ ഒരു പച്ചച്ചോവയുണ്ടല്ലോ, ഇതൊന്ന് മാറട്ടെ. ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒരു കുത്തല ചൊവയില്ലേ, അതൊന്ന് മാറണം. അതായത് ആ കുത്തല ചൊവ മാറുന്ന എങ്ങനെയാണെന്ന് അറിയാലോ, നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന എണ്ണയെല്ലാം ഈ ചുറ്റുമൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് എന്താ പറയുക പൊടിയൊക്കെ ഒന്ന് മൊരിയും, അതാ അതിൻ്റെ കണക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തൈര് ചേർക്കും. അധികം പുളിയുള്ള തൈര് വേണ്ട, പുളി കുറഞ്ഞ മതി. ഇനി തൈരിന്റെ വെള്ളം എല്ലാം വറ്റി അതുമായിട്ട് ചേരണം. അല്ലാതെ ധൃതി പിടിച്ച് പടപടപടാന്നെല്ലാം ചേർക്കണ്ട. ഒരു ഇച്ചിരി സമയം എടുത്തേച്ച് ചേർത്താൽ മതി. അതായത് ഇപ്പോൾ അതേ കണ്ടോ, നമ്മുടെ ഈ ഇതിനകത്ത് നോക്കിയാൽ തൈര് നമുക്ക് കാണാൻ നോക്കും, പക്ഷെ ഈ തൈര് കാണാതെ ആ ഒരു മസാലയൊക്കെ അലിഞ്ഞ് ചേർന്ന് അത് ആ ഒരു എന്താ പറയുക റെഡിഷ് കളറാവും. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇതിപ്പം തൈരിൻ്റെ ഒരു എന്താ പറയുക കേർഡിൽസ് പോലെ കാണുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അന്നേരം പറയും റൂം ടെമ്പറേച്ചർ അല്ലാത്ത തൈര് ഒഴിച്ചിട്ടാ കുഞ്ഞെ ഇങ്ങനെ പിരിഞ്ഞു പോയെന്ന് പറയും. ആക്ച്വലി അങ്ങനെ പിരിഞ്ഞു പോയാലും നമ്മൾ ഒരു ഇച്ചിരി സമയം എടുത്ത് അതിനെ ഒന്ന് ആ മസാലയായിട്ട് ലയിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇപ്പം ഭയങ്കര തണുപ്പെടുത്ത് ഒഴിക്കരുതെന്നേ ഉള്ളൂ. അതിപ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് അങ്ങോട്ട് വിശ്വാസം ആയില്ലേ ഇതേണ്ടെന്ന് നോക്കിക്കോ, ഞാൻ ചേർത്തേക്കുന്ന തൈരിനകത്തെ ആ കേർഡിൽ പോലെ വന്നതൊന്നും ഇതിനകത്തില്ല. അതാ ഞാൻ പറയുന്നത്. അത് അങ്ങനെയാ നമ്മൾ എന്നാ ചെയ്യുന്ന ഓരോ സാധനങ്ങൾ ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റും. അങ്ങനെ ഓരോ പാഠങ്ങൾ പഠിക്കുന്നത്. നമ്മുടെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. കുറച്ചുകൂടെ ഉണ്ട് ആ തൈര് ചേർത്തേക്കുന്നതൊന്ന് അലിഞ്ഞ് ചേരാനായിട്ട്. അതുകൂടെ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ആ അരച്ചു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഫസ്റ്റ് നമ്മൾ ബദാമും തേങ്ങ അരച്ചത് അല്ലെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർക്കണം. ഫസ്റ്റ് പാൽപ്പൊടി ചേർക്കാം. ഈ പറഞ്ഞ പോലെ തൈര് ചേർക്കുമ്പം പിരിഞ്ഞ പോലെ ആയില്ലേ എന്ന് പറഞ്ഞ പോലെ പാൽപ്പൊടി ചേർക്കുമ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കട്ട കിട്ടിയാൽ തന്നെ എടുക്കും. അപ്പം അതൊന്നും നമുക്ക് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാൽപ്പൊടി ചേർത്തേച്ച് പിന്നെ ബാക്കി രണ്ടും ചേർക്കും. എരിവൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ആ കാശ്മീരി മുളക് പൊടിയും ഞാൻ പറഞ്ഞായിരുന്നു, സാധാ എരിവുള്ള മുളക് പൊടിയും പറഞ്ഞായിരുന്നു. അപ്പം ആ എരിവ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്തോണേ. കാര്യം ഈ എരിവ് മാത്രമേ ഉള്ളൂ, പിന്നെ അല്ലാതെ നമ്മൾ കുരുമുളക് തന്നെ ഇട്ടേക്കുന്നതാണ്. ഇതിലേക്ക് ഒരു വലിയൊരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കണം. ഇത് ശരിക്കും UP-കാരുടെ ഒക്കെ റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റ് അത് കണ്ടോ. ആ പാൽപ്പൊടിയും അതിനകത്തോട്ട് അങ്ങ് അലിഞ്ഞ് ചേർന്നു. ഒരു കട്ട കെട്ടുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇപ്പോഴൊന്നും വെള്ളം ഒഴിക്കരുത്. ആ ഒരു മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് മട്ടൺ കറിക്ക് ബേസിക്കലി ഒരു കളറില്ലേ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ, അതിനോളം എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബദാം അരച്ചേക്കുന്നത്, അത് അതിനകത്ത് ചേർക്കുന്നത്.
ഇതും ഇതേപോലെ ആ വൈറ്റ് കളർ മാറി മാറി നമ്മുടെ മട്ടൻ കറിയുടെ ഒരു കളർ ആവുകയല്ലേ. പക്ഷെ ഇതെല്ലാം വൈറ്റ് ആണ്, കറുത്ത കളർ ആവുമോ എന്നൊരു ചോദ്യമുണ്ട്. ആവും. അത് ഞാൻ പറഞ്ഞില്ല, ആ മൂപ്പിക്കുന്ന പോലെ ഇരിക്കത്തുള്ളൂ അതിൻ്റെ ആ കളറാവുന്നത്. ഇച്ചിരി ഒരു സമയമെടുക്കും. എന്നാലും ഇനിയിപ്പോൾ പാൽപ്പൊടിയോ അതൊന്നും ഇല്ലേൽ ഉണ്ടാക്കാൻ ഒക്കത്തില്ലേ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയത് അങ്ങനെ ഇടണ്ടേ. ഞാനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇനി അതിനെ കുറച്ചുകൂടി ഒന്ന് പഠിച്ചേച്ച് ഞാൻ പറയാം. അതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുവാന്നേ. എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് അതിനകത്ത് ഒരു അറ്റത്തിങ്ങനെ പാൽപ്പൊടിയൊക്കെ ചേരുവല്ലേ, നേരം ആ പാൽപ്പൊടിയൊക്കെ അടി പിടിച്ച എണ്ണയായിട്ട് ചേർന്ന് കരിച്ചോവ് വരണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടൊന്ന് ആ അടി പിടിക്കുന്നതെന്ന് ഇളക്കി മാറ്റി, കഴിയുന്നതും അടി പിടിക്കാതെ നമ്മൾ മാക്സിമം ആ ഗ്രേവീനെ സേവ് ചെയ്തെടുക്കുക. ഇതിനെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട എന്നറിയാം, കൂടെ നിൽക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കുന്നത് പെട്ടെന്ന് കരിച്ചൊവയാവും. കരിച്ചൊവ വന്നു പോയി കഴിഞ്ഞാൽ കറി മൊത്തം ആ ഒരു ചൊവയായിരിക്കും. ഓക്കെ, ഇനി ഇത് കുറച്ചിടുതേണ്ട. ഞാൻ ആ പിടിച്ചതെല്ലാം ആ ഗ്രേവി എല്ലാം ഇളക്കി എല്ലാം എന്നുണ്ടെങ്കിൽ കരിച്ചൊവ വരും. നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്ന ഇതിനകത്തോട്ട് കുറച്ച് ക്രീമാ. എന്നാലും ഇതിൻ്റെ ബ്രൗൺ കളർ നല്ലോണം വരണം. ഇതുവരെ ഞാൻ ഉപ്പിട്ടില്ല. ആദ്യം ഉള്ളി വഴട്ടാൻ നേരം മാത്രമേ ഞാൻ ഉപ്പിട്ടുള്ളൂ. ഇനി ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കാര്യം എന്നാന്ന് വെച്ചാൽ ഗ്രേവിയിലെല്ലാം ഒന്ന് വേണം. മാത്രമല്ല ഗ്രേവിയിൽ എന്തോരം ഉപ്പുണ്ടെന്ന് നോക്കിയാലേ അത് മട്ടണിൽ പിടിക്കുമ്പോൾ എത്ര കുറയും എന്നുള്ളത് നമുക്ക് അറിയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ് കൂടെ ഇടുവാണേ. ഓക്കെ, ഇതിനി എന്നാന്ന് വെച്ചാൽ കുറച്ചൊന്ന് മുരിയാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ ആ കൊണ്ടോട്ടിയിൽ നടന്ന ബിരിയാണി ഫെസ്റ്റിനെ കുറിച്ച്, അതായത് നമ്മുടെ ആനീസ് കിച്ചൻ്റെ കോൺടെസ്റ്റിനെ കുറിച്ചുള്ള വിശേഷം പറയാം. എനിക്ക് ശരിക്കും ഫസ്റ്റ് ടൈം അതിൻ്റെ ഇത് വരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഏറ്റവും സന്തോഷം എന്താണെന്നറിയോ, അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ കൽബ് നിറച്ച് സ്നേഹമുള്ള ആൾക്കാരാണ്. ശരിക്കും അത് പറയാതിരിക്കാനൊക്കത്തില്ല. അവരുടെ സ്നേഹം ഞാൻ കണ്ടറിഞ്ഞു. ഇത് ഞാൻ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ എനിക്കറിയാൻ ഒക്കത്തില്ല. അവിടെ പോയി എക്സ്പീരിയൻസ് ആയാലേ ഒക്കത്തുള്ളൂ. അത് മാത്രമല്ല, എത്രയോ വീട്ടമ്മമാരെ പരിചയപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഈ ബിരിയാണി എത്ര ബിരിയാണിയാ, 20 ബിരിയാണിയൊക്കെയാ കഴിച്ചു നോക്കിയത്. പക്ഷെ ഞാൻ അന്നും പറഞ്ഞു ഞാൻ ഇവർക്ക് ആർക്കും മാർക്ക് ഇടുകയില്ല, അതെല്ലാം അഭിദത്താണ് ഇട്ടത്. കാര്യം എനിക്ക് അവർക്ക് മാർക്ക് ഇടാനൊന്നും വലുതായിട്ടൊന്നും ഞാൻ ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു വീട്ടമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ അഭിത്തേക്ക് നല്ലോണം അറിയാം അത് എവിടെയാണ് മാർക്ക് കൊടുക്കേണ്ടതെന്നും. ഓഫ്കോഴ്സ് ഷീസ് എ ക്വീൻ ഓഫ് മാപ്പിള കുസൈൻ. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തിക്ക് അറിയാൻ മേലാത്തൊന്നും നമുക്കറിയത്തില്ല. അവർക്ക് ഫസ്റ്റ് പ്രൈസിൻ്റെ കൂടെ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ കൂടെ എൻ്റെ അടുക്കളയിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമില്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ആനീസ് കിച്ചണിൽ അവരെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഈ ആനീസ് കിച്ചൻ്റെ കോൺടെസ്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മലബാർ ബിരിയാണി ആയിരുന്നു. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എല്ലാം ഒരേ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ടു ബി ഫ്രാങ്ക് ഒരു കാര്യം പറയട്ടെ, ഈ 20 പേരുടെയും കൈപുണ്യം അപാരവാ. കാര്യം എന്നാന്ന് വെച്ചാൽ ഒന്നിനും മെച്ചവാ. ഏതിനാ പറയുന്നത്, ഏതാ നല്ലതെന്ന് പറയും, ഏതാ ചീത്തയെന്ന് പറയും, ഒന്നും പറയാനൊക്കത്തില്ല. ഒന്നിനൊന്നും മെച്ചം, പക്ഷേ ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇതൊക്കെ ശരിക്കും നമ്മളിങ്ങനെ ചെല്ലുമ്പോഴല്ലേ അറിയുന്നത്. നമ്മളെക്കാട്ടിലും എത്രയോ മിടുക്കും എന്താ പറയുക കൈപുണ്യമുള്ള അമ്മമാരും ചേച്ചിമാരും ഉണ്ടെന്നുള്ളത് ഷുഡ് അപ്രിഷിയേറ്റ്. ഞാൻ എൻ്റെ ഒരു സിൻസിയർ ഹാർട്ട് വെച്ച് പറയാം, അതിൻ്റെ ഒരു അംശം പോലും ഞാൻ എത്തുകയില്ല. ഇതൊക്കെ നിങ്ങളുടെ ഒരു പ്രോത്സാഹനത്തിലാട്ടോ ഞാൻ ഇത്രയെങ്കിലും എത്തിയത്. അപ്പോൾ അവർക്ക് അത്രയും കൽബ് നിറച്ച സ്നേഹവും മനസ്സറിഞ്ഞ എന്താ പറയുക എനിക്ക് ബിരിയാണിയും എല്ലാം നിറവോടുകൂടി തന്ന ആൾക്കാർക്ക് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. വേണ്ടേ, ഞാൻ ചേർത്തേക്കുന്ന എല്ലാ സാധനവും ഇതിനകത്തായി. എണ്ണ നല്ലോണം തെളിഞ്ഞു. ഇനി ഇതിനകത്ത് കിടന്നാൽ എന്തായാലും മട്ടൺ ആവുകയില്ല. അതായത് അതിൻ്റെ ഒരു വേവ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇച്ചിരി കൂടുതലാണെന്നുള്ളത്. അതുകൊണ്ട് ഒരു മിനിമം 3 വിസിൽസ് നോക്കിയതിന് ശേഷം, കാര്യം ഇതിനകത്ത് കിടന്ന് കുറേ നമ്മൾ വേവുമല്ലേ, അപ്പോൾ ഒരു മിനിമം ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിൽ എടുത്തേച്ച് പിന്നെ 2 വിസിൽ ചെറിയ 2 ഫ്ലെയിമിൽ എടുത്തേച്ചാൽ മതി. അപ്പോഴത്തേക്ക് മട്ടൺ നല്ലതായിട്ട് വേവും. അതിനു മുമ്പ് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉള്ളിയും കൂടെ ഇതിനകത്തോട്ട് ഇടാൻ പോവാം. ഇത് വഴറ്റിയ ഉള്ളിയോ അങ്ങനത്തെ ഒന്നുമല്ല, സാധാ പച്ച ഉള്ളി. ഓക്കെ, കുറച്ച് ഹൈ ഫ്ലെയിമിൽ
നമ്മുടെ ഉള്ളി നല്ലതായിട്ട് ചേർത്തു. ഇതിനകത്തോട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഏതാ ഇച്ചിരി ഗരം മസാല, നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും പൊടിച്ചതും കൂടെ ഒരു ഇച്ചിരി ഇടുമ്പോഴേ അതിനകത്തൊരു മണം വരത്തുള്ളൂ. അപ്പോൾ അതുകൂടെ ഇട്ടേച്ച് ഇതിനെ ഞാൻ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയും മാത്രമേ നമ്മുടെ മട്ടൻ കറിയുടെ പ്രിപ്പറേഷൻ ഉള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഏറ്റവും നല്ലത് നാണുമായിട്ട് കഴിക്കാനാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല നൂല് പൊറോട്ട, ഇതൊന്നും നമ്മുടെ വീട്ടിൽ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ നല്ല വെള്ളയപ്പോ പാലപ്പോ ഏതായാലും നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു നെയ്ച്ചോറാണെങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പം ഞാനൊരു ഇച്ചിരി ഗരം മസാല ഇടുക. ഇട്ടേച്ച് ഞാൻ കുക്കറിലോട്ട് മാറ്റും. ഹോൾ സ്പൈസസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഫ്ലേവർ എൻഹാൻസിങ് എന്ന് മാത്രമേ ഉള്ളൂ, ഒരുപാട് വേണ്ട. ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് മല്ലിയില വെച്ചേച്ച് അതിൻ്റെ ഫ്ലേവറും കൂടി ഇതിനകത്തോട്ട് വരാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി മല്ലിയില, അല്ലെങ്കിൽ ഈ ഒരു നിറത്തിനകത്തോട്ട് ഒരു ഇച്ചിരി പച്ചനിറം കാണാനായിട്ട് ഭയങ്കര രസമാണ്. കണ്ടോ? ഇനി ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം. അപ്പം ഇതിൻ്റെ ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ ഈ മട്ടനകത്തോട്ട് നല്ലോണം വരും. ഇനി ഇതിനെ ഞാൻ കുക്കറിലോട്ട് മാറ്റി വെച്ച് മട്ടൺ നല്ലതായിട്ട് വേവിച്ചെടുക്കും. ഇനി നമുക്ക് ചേച്ചിയോടൊക്കെ ഒത്തിരി സംസാരിക്കാനുണ്ട്. കാര്യം പുള്ളിക്കാരത്തിക്ക് ഇതിനു മുമ്പേയും കുറേ എന്താ പറയുക പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്, പല കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് പുള്ളിക്കാരത്തേക്ക് ഈ കോൺടെസ്റ്റ് പാചകത്തോട് ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല കുറേ കാര്യങ്ങൾ പുള്ളിക്കാരത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കേൾക്കാനായിട്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ചേച്ചിയുടെ കൂടെ ഇരുന്ന് ചേച്ചിയുടെ സന്തോഷത്തിൽ ഞാനും നമ്മളും എല്ലാവരും കൂടി ചേർന്നൊന്ന് പങ്കുചേരാം അല്ലേ? അപ്പൊ ഞാനിവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അവരുമായിട്ടൊന്ന് ഡൈനിങ്ങിൽ കണ്ടാലോ? നമസ്തേ ചേച്ചി, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു കേട്ടോ. അതായത് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ആദ്യം തന്നെ പരിചയപ്പെടുത്തട്ടെ. ഇതാണ് ജസ് ചേച്ചി. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇത്രയും നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, അപ്പോൾ നമ്മുടെ ആനീസ് കിച്ചൻ്റെ കുക്കറി കോൺടെസ്റ്റിന് ഫസ്റ്റ് പ്രൈസ് നേടിയതാണ്. അത് പക്ഷേ എന്നാ പറയുക, പുള്ളിക്കാരത്തേക്ക് അത് വലിയൊരു കാര്യമാണോ എന്ന് എനിക്കറിയാൻ മേല. ഈ ലിസ്റ്റൊക്കെ വായിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ എത്രയോ പ്രൈസ് മേടിച്ചു വെച്ചേക്കുന്ന ആളാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഈ പാചകത്തിലൊക്കെ ഈ എന്നാ പറയുക ക്രൗൺ അല്ലേ അതൊക്കെ നേടിയ ഒരു ഉമ്മയെ കുറിച്ച് എന്നാ പറയാനുള്ളത്? അമ്മ ഇങ്ങനെ പ്രൈസ് ഒക്കെ വാരി കൂട്ടുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒരു മെഡലെങ്കിലും നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ അത് ഭയങ്കര ആകാംക്ഷയോടുകൂടിയല്ലേ കൊണ്ടുവരുന്നത്. എന്റെ പ്രൈസ് ഒന്നും കാണാനില്ല അവിടെ. ഷോക്കേസ് സ്പേസ് ഇല്ല. അതൊക്കെ മാറ്റിയോ? നമ്മൾ കഷ്ടപ്പെട്ട് സ്കൂളിൽ നിന്ന് എന്നോട് പറയുന്നപ്പോ മക്കളെന്താന്നറിയോ, അമ്മ ഇനി ഒന്നിനും പോവണ്ട, കാരണം ഞങ്ങളെ ഓവർടേക്ക് ചെയ്യണമെന്ന്. പ്രൈസും മൊമെന്റോ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടേ നമുക്ക് വിലയില്ല അല്ലേ? തീരില്ല ഇപ്പൊ, വെറുതെ വാങ്ങിയെന്നൊക്കെ. അയ്യോ, പിള്ളേര് കഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് വന്നതിന്റെ പുറത്ത് നിങ്ങൾ ഒന്ന് മേടിച്ചപ്പോ ഉമ്മ 5 മേടിക്കുന്നത് അല്ലേ? എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കണം, പക്ഷെ ഒന്നിലും കഴിവില്ലാത്തത് കാരണം അല്ല അന്ന് ഫുഡ് സ്പോർട്സ് കായികമേള കലാപരമായിട്ടൊന്നും ഒരു പിന്നെ കഴിവ് എനിക്കില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നും കിട്ടിയില്ല. അതിന്റെ ഒരു വാശി ചേച്ചിക്ക് ഉള്ളിലുണ്ട്. വാശി ഉണ്ടായിരുന്നു വെച്ചാല് എനിക്ക് ഇവരിങ്ങനെ 3 പേര് നന്നായിട്ട് ചേച്ചിക്ക് 3 മക്കള്. ഓക്കെ, ഇത് മൂത്താളാണ്. ഇത് താഴെയാണ് ചെറിയ ആള്. അപ്പൊ മൂത്ത 2 പേര് എന്ത് ചെയ്യുന്നത്? മൂത്താള് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവള് അബുദാബിയില് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. മൂത്ത മോള്. രണ്ടാമത്തെ ആള്? രണ്ടാമത്തെ മോനാണ്. അവനിവിടെ എറണാകുളത്തെ CMS ഡിഗ്രി ഫൈനൽ. മോളിപ്പോ എന്താ ചെയ്യുന്നത്? പ്ലസ് 2 ഏതാ എടുത്തിരിക്കുന്നത്? ബയോസയൻസ് ഭയങ്കര ബുദ്ധിയുള്ളവരെ എടുക്കുന്നതെന്നാ പൊതുവെ കേൾക്കുന്നത്. വെറുതെ അറിയാണ്ട് എടുത്തു പോയതാ. ചേച്ചിക്ക് ശരിക്കും ഈ കുക്കിങ്ങിനോടുള്ള ഇൻസ്പിറേഷൻ എങ്ങനെയുണ്ടായേ? ചെറുപ്പത്തിലെ എനിക്ക് കുക്കിങ്ങിനോട് ഇഷ്ടമായിരുന്നു. ഉമ്മ പാചകം ചെയ്യണതിന് മുന്നേ തന്നെ ഞാൻ വീട്ടില് ഉമ്മാനെക്കാട്ടി മുന്നേ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ചെറുപ്പത്തില് സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തില്. പിന്നെ സ്കൂളിലെ പഠിപ്പ് കഴിഞ്ഞ ശേഷം ഉപ്പ നാട്ടിലായി. അപ്പൊ ഉപ്പാക്ക് ഇതേപോലെ ചപ്പാത്തിയാണ് ഉപ്പ കഴിക്കാറ്. ഞാൻ ഓർമ്മ വെച്ച മുതൽ ഉപ്പ ചപ്പാത്തി കഴിക്കാറ്. അപ്പൊ ചപ്പാത്തിക്ക് ഉപ്പാക്ക് നല്ല കറി വേണം. അപ്പൊ ഉപ്പ ഗൾഫിലുള്ള സമയത്ത് ഉണ്ടാക്കിയിരുന്ന കറികൾ ഉപ്പ ചെറുതായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു തവണ കാണിച്ചു തരും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഉപ്പയുടെ സ്പെഷ്യൽ കറിയായിരുന്നു. അതിന് തക്കാളി പുഴുങ്ങി അതിന്റെ തൊലി കളഞ്ഞിട്ടൊക്കെയാണ്. അത് കോഴിമുട്ട ചിക്കുക, പിന്നെ സവാള ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചിക്കി എടുക്കുക, പിന്നെ മട്ടൻ കറി. അല്ല, ഈ തക്കാളിയുടെ കറി എന്നാ പറഞ്ഞു? തക്കാളിയില്ല, തക്കാളി ഉപയോഗിക്കുന്നത് ഉപ്പ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ടാണ് കറിയിൽ ഉപയോഗിക്കുക. അങ്ങനെ 1-2 ഐറ്റംസ് ഒക്കെ ഇപ്പൊ അങ്ങനെ കാണിച്ചു തരും. പിന്നെ ഉപ്പാക്ക് നല്ല ടേസ്റ്റ് ഇഷ്ടമാണ്, അതായത് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഉപ്പാനോടുള്ള ഇഷ്ടമായിരിക്കും എങ്ങനെ ടേസ്റ്റിൽ കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മളത് കൂടുതൽ സ്നേഹം അല്ലേ, അതാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഉമ്മ എന്ന് പറയുന്നത് ഉമ്മ ഒരു ഹൗസ് വൈഫാണ്. ഉമ്മക്ക് അങ്ങനെ
ഇങ്ങനെ ഫുഡിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഉമ്മക്ക് എൻ്റെ നേരത്തെ ആളുള്ളൊരു അനിയന് സുഖമില്ലാത്തതായിരുന്നു. അപ്പൊ അവനെ പരിചരിക്കണ കാരണം ഉമ്മക്ക് ഇങ്ങനെ അടുക്കളയിൽ സമയം നിൽക്കാൻ പറ്റണില്ല. അപ്പൊ പിന്നെ ചേച്ചി സഹായിച്ചു സഹായിക്കാച്ചാല് നമ്മള് വീട്ടിൽ ആളുണ്ട്, എന്നാലും നമുക്ക് നമുക്ക് മനസ്സിന് ഇഷ്ടായിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ. അന്നൊക്കെ പിന്നെ സുഖിയന്, പഴംപൊരി, പിന്നെ ചേച്ചി ആദ്യമൊക്കെ കയ്യാളായിട്ട് നിന്നിട്ടാണോ പഠിക്കുന്നത്? ഉമ്മയുടെ കൂടെ നിന്നിട്ട് ഉമ്മ കാണാം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുക, ബുക്ക്, TV അന്നൊക്കെ ഒരു ഷോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അതൊക്കെ കാണുമ്പോ അതൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ വരും. അപ്പോൾ വീട്ടിൽ പിന്നെ സാഹചര്യം അങ്ങനെ ആയ കാരണം എന്തും എങ്ങനെയും എപ്പോഴും ഉണ്ടാക്കാം, അതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കും. ചിലത് സക്സസ് ആവും, ചിലത് അങ്ങനെയല്ലേ, ചിലത് ഉമ്മാനെ കാണാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചെയ്യും. അതാ വഴക്ക് കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതേമാതിരത്തെ പരിപാടി നിങ്ങൾ വീട്ടിൽ ചെയ്യാറുണ്ടോ? ഉമ്മ ഇപ്പം ഉമ്മേനെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറും. ആദ്യമായിട്ട് പഠിക്കുന്നത് ചിലപ്പോൾ പാളിപ്പോവും, ചിലപ്പോൾ കരിഞ്ഞു പോവും. ഇതൊക്കെ എല്ലാ വീടുകളിലും ചിലപ്പോൾ ഭയങ്കര എക്സ്പേർട്ട് ആയവർക്ക് പോലും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഉമ്മ വഴക്ക് പറയുന്നത് പേടിച്ചിട്ട് നമ്മൾ കൊണ്ട് കളയലൊക്കെ ചെയ്ത് നടത്തുന്നുണ്ട്. നല്ലോണ്ട് നിങ്ങൾ ചെയ്യാറുണ്ട്. പാചകം ഇഷ്ടമാണോ മോക്കൊക്കെ? കുറച്ചൊക്കെ. ഇതിൽ നിങ്ങൾ 3 പേരിൽ ആരാണ് ഏറ്റവും നല്ലതായിട്ട് പാചകം ചെയ്യുന്നത്? ഇഷ്ടം താത്ത നല്ല കുക്ക് ചെയ്യും. ഇപ്പൊ മൂത്ത ചേച്ചി നീ താത്ത നാട്ടിൽ വന്നിട്ടാണ് താത്തയുടെ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാന്. ചേച്ചി വരാൻ നോക്കിയിരിക്കാന്നല്ലേ പണിയെടുപ്പിക്കാൻ? അവളവിടെ ഒറ്റക്കല്ല, അപ്പൊ എല്ലാതും ചെയ്ത്. ചെറിയൊരു മോളുണ്ട് അവർക്ക്. ഉമ്മയുടെ ബെസ്റ്റ് ഫുഡ് ഏതാ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ മട്ടൻ ബിരിയാണി. മമ്മ ബിരിയാണിയുടെ ഉസ്താദാണ്. ഞാൻ ഒരു കാര്യം പറയാം, മലബാറുകാരുടെ സീക്രട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ വീട്ടമ്മമാർക്കും എനിക്കും അത് റിവീൽ ചെയ്ത് തന്നിട്ടേ പോവാള്ളൂ. നിങ്ങൾ സീക്രട്ട് എന്നൊക്കെ ചോദിച്ചത് ചേച്ചി എന്നാ പറയുന്നത്, റിവീൽ ചെയ്യാനാന്നോ പറയുന്നത്? അതാണ് റിവീൽ ചെയ്യാൻ പറയുന്നത്. എന്നാന്ന് വെച്ചാ നമ്മളൊക്കെ ബിരിയാണി വെക്കും, എല്ലാ നാട്ടിലും ബിരിയാണി വെക്കും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി മലബാർ ബിരിയാണി തന്നെയാണ്, അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ അവർ ആദ്യം നമ്മളോട് അതിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്പി അയച്ചു കൊടുക്കാൻ പറയുമല്ലോ. സത്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആ റെസിപ്പിന്റെ അളവ് പറയാൻ അറിയില്ല. ചേച്ചിക്ക് എന്താണ് അന്നേരം കൈവാക്കാതെ? അല്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പിന്നെ ജസ്റ്റ് ഒന്ന് യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഒക്കെ ഒരു അളവ് കൊണ്ട് എടുക്കും. പിന്നെ എന്റെ അളവും കൂടെ. അതായത് വീട്ടിലാണെങ്കിൽ ചേച്ചിയുടെ കൈവാക്കിന് അത് വീട്ടിൽ അപ്പൊ നമ്മൾ ഈ അളവ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമല്ലോ. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അളവിന് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ പഠിച്ച ഒരു അളവിനാണ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇഞ്ചി വെളുത്തുള്ളി മൂക്കണി. ഇപ്പൊ ഞങ്ങള് വീട്ടമ്മമാർക്കേ ഒരു ഗരം മസാലയുടെ ഒരു അളവ് പറയാൻ പറഞ്ഞാൽ ചേച്ചി എങ്ങനെ പറഞ്ഞു തരും? അത് ഞങ്ങള് മലബാറുകാരുടെ കണ്ടുപിടിച്ചിട്ടേ പോകുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞു തരും. പറഞ്ഞു തരണം കേട്ടോ. കാര്യം എന്നാന്ന് ചേച്ചി വേറെ ഒന്നും. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിന്റെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇടുമ്പോൾ, പേസ്റ്റ് ഇടുമ്പോൾ അതിനൊരു ഒരു അളവുണ്ട്. ഒരു അല്ല അളവല്ല, അതിനൊരു മണം, മൂപ്പുണ്ട്. തീരെ മൂക്കാതെ കഴിഞ്ഞാലും അധികം മൂത്ത് കഴിഞ്ഞാലും ബിരിയാണിന്റെ ടേസ്റ്റ് മാറിക്കഴിയും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി കഴിഞ്ഞാലും ടേസ്റ്റ് മാറിപ്പോകും. ചേച്ചി അന്ന് ചെയ്തപ്പോ ഉണ്ടല്ലോ, ബിരിയാണി മാത്രമല്ല ഞങ്ങക്ക് തന്നെ 3 ടൈപ്പ് ഓഫ് ജ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് തുളസിയുടെ ജ്യൂസ്, ഒന്ന് ശംഖുപുഷ്പം, പിന്നെ ഒരെണ്ണം ചെമ്പരത്തി, പിന്നെ പച്ചമാങ്ങ. പച്ചമാങ്ങ ജ്യൂസ്. അതിന്റെ കൂടെ ചെമ്പരത്തിയുടെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ പാഷൻ ഫ്രൂട്ടിന്റെ അച്ചാറുണ്ടായിരുന്നു. അതിനേക്കാട്ടിലും ഏറ്റവും വലുതെന്നാ ഒരു ചായ തന്നു. അതായത് അതിനകത്ത് പനിക്കൂർക്കയുടെ ഇല ഇട്ട്, തുളസി ഇട്ട്, പട്ട ഇട്ടിട്ടൊക്കെ ഒരു ചായ തന്നു. ചേച്ചി പറയുന്നത് കോൾഡ് ഒക്കെ വരുമ്പോ കുടിക്കാൻ ഏറ്റവും നല്ലതാ. എനിക്ക് ശരിക്കും അതിശയം തോന്നി. എന്നാന്നറിയോ, ഇതൊക്കെ ചേച്ചി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അത് പിന്നെ അല്ലല്ല, കോമ്പറ്റീഷന് പോയി തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് വെറൈറ്റികളിൽ പരീക്ഷണം തുടങ്ങിയത്. അതും ഞാൻ നാടൻ ഐറ്റംസിൽ വെച്ച് മാത്രമേ പരീക്ഷണം നടത്താറുള്ളൂ. അതായത് വീട്ടിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനങ്ങളില്ലേ, കൂടുതൽ ചെലവില്ലാതെ എങ്ങനെ നമ്മൾ നല്ല റെസിപ്പി കൊണ്ടുവരും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്താൽ അങ്ങനെ ആവില്ലേ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവില്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് നമുക്ക് വരും. അപ്പം അതുപോലെ നമ്മൾ വീട്ടിൽ ഒരു കൃഷിയും ഇതൊക്കെ ഉള്ള കാരണം നമുക്ക് എപ്പോഴും സാധനങ്ങളൊക്കെ. ചേച്ചി ഇപ്പൊ ഒരു ചായ ഉണ്ടാക്കിയില്ലേ, അപ്പൊ ഈ ചായ ഉണ്ടാക്കുന്നത് നമുക്ക് ഇപ്പൊ ഞാനായാലും ശരി ആരായാലും ശരി നമുക്കൊരു റെഫറൻസ് വേണം അല്ലേ? ഇപ്പൊ യൂട്യൂബ് ആയാലും അല്ലെ ഗൂഗിൾ ആയാലും അല്ലെങ്കിൽ ഏതായാലും. അതിലൊന്നുമല്ല, ഞാൻ ഇത് ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ എനിക്കൊരു ചായ കൂടെ ചുക്ക് കാപ്പിയല്ലേ സാധാരണ എല്ലാവരും വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ കറുകപ്പട്ട ഇട്ട് കഴിഞ്ഞു. അപ്പോൾ കറുകപ്പട്ട ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് തന്നെ അങ്ങനെ നോക്കിയപ്പോൾ തുളസിയുടെ ഇലയും കഞ്ഞിക്കൂർക്കയും തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കിയാൽ ചായ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഞാൻ അതിന് 2 ഇല എടുത്തിട്ട് അതിലിട്ട് നോക്കിയപ്പോൾ ഞാൻ ചായ കുടിച്ചപ്പോൾ എനിക്കത് നല്ലൊരു
ഉഷാറും ഫ്ലേവറും ഒക്കെ തോന്നി. അപ്പൊ ഞാൻ 1-2 പേർക്ക് കുടിക്കാൻ കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു നല്ല ഒരു എനർജി നല്ലൊരു ടേസ്റ്റ്. അത് ചൂടിലും കഴിക്കാം തണുത്തിട്ടും കഴിക്കാം. അപ്പൊ നല്ലൊരു എനർജി കിട്ടുന്നുണ്ട്. ഇത് നല്ലൊരു ഡ്രിങ്ക് ആണ്. എന്നോട് 1-2 പേര് പറഞ്ഞത് ഒരു ചായ കഫേ നടത്തുമ്പോ ചായ ആക്കിയിട്ട് കൊടുത്തൂടെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ ചേച്ചിക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. എനിക്ക് ഫുഡില് കൂടുതൽ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പൊ അത് നമ്മെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഇൻഷാല്ലാ ഇപ്പടുത്ത് നടക്കും എന്ന് തോന്നുന്നുണ്ട്. അല്ല, അമ്മ ദാണ്ടെ ഈ പറഞ്ഞ പോലെ ഉള്ള ഗിഫ്റ്റും പ്രൈസും എല്ലാം മേടിച്ചുകൊണ്ട് വരുമ്പോ തിരിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് ഒരു കഫേയോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ബാറോ എന്തെങ്കിലും ഒന്ന് തുടങ്ങി. പിന്നെ സ്നാക്സ് അത്യാവശ്യം ഓർഡർ ഉള്ള കാരണം അങ്ങനെ എല്ലാവരും ചേച്ചി വീട്ടിൽ തന്നെ സ്നാക്സ് ശരിക്കും ഞാൻ ചോദിക്കട്ടെ, എന്റെ ദൈവമേ, ഈ മലബാറിൽ സ്നാക്സിന് എനിക്കൊന്ന് എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പുറകെ അതേ ഉള്ളു പലഹാരങ്ങളാണ്. അത് നല്ലത് മലപ്പുറത്തുകാർക്ക് പുയ്യാപ്പിള തക്കാരം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് പുയ്യാപ്പിളാര് വീട്ടിൽ കൂടുമ്പോൾ അവരെ സൽക്കരിക്കുക. അതില് അമ്മായിയമ്മമാർക്ക് എത്രത്തോളം കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റും സ്നാക്സ് ഉണ്ടാക്കിയിട്ട്, അങ്ങനെ അത് അവര് ചെയ്തിട്ട് അങ്ങനെ ശീലായതാണ്. ചേച്ചി എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞേ, അതിനകത്ത് എന്നാ കൊണ്ടുവന്നേക്കുന്നത്? അതില് ഞാൻ സ്ഥിരമായിട്ട് സെയിൽ ചെയ്യണ എന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സ്നേഹമാണ്. താങ്ക് യു ചേച്ചി. ഇത്ര ഈ സ്നേഹം പോരാട്ടെ, എന്റെ പ്രേക്ഷകരെ കാണിക്കട്ടെ. എനിക്ക് വയ്യ. അതായത് നോക്കിയേ എന്നൊക്കെയാന്ന്. അലുവ ഉണ്ട്, അരിയുണ്ട ഉണ്ട്. ഇത് ചേച്ചിയുടെ സ്പെഷ്യൽ അച്ചാറാണോ? ഇതെങ്ങനെ ഞാൻ നിങ്ങളെ അറിയിക്കും. ഇതാ മറ്റേ ഫാഷൻ ഫ്രൂട്ടിന്റെ അല്ലേ? അതിന്റെ ഫാഷൻ ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ജ്യൂസ്, പിന്നെ അതിന്റെ തോടാ ഉള്ളേ. ചേച്ചി അല്ല, ആ ജ്യൂസ് നമ്മള് വീട്ടില് വെള്ളം കലക്കാൻ ഉപയോഗിച്ചാല് തൊണ്ട് വെറുതെ വലിച്ചു കളയുള്ളൂ. അപ്പൊ എനിക്ക് തോന്നിയതൊന്ന് പിന്നെ ഉപ്പിട്ട് വെച്ച് നോക്കിയാലോ. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞങ്ങളൊരു ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞു എന്നോട് അത് അച്ചാറിടും എന്ന് പറഞ്ഞപ്പോ പിന്നെ നോക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആദ്യമായിട്ട് ട്രൈ ചെയ്തത് പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാനാട്ടാ. ആണോ? ആക്ച്വലി ചേച്ചി പ്രൂവ് ചെയ്യുന്ന എന്നാന്നറിയാവോ, ഈ ഒരു വലിയൊരു കാര്യമാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ മാർക്കറ്റിൽ പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും. അല്ല, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് നമ്മൾ നോക്കുകയല്ല, പുറത്തെന്തുണ്ടോ അതിൽ വെച്ച് പരീക്ഷണം ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാനും. നമ്മുടെ മുറ്റത്തെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. മാക്സിമം പോയ ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു ചക്ക. ഇനിയിപ്പോ പെട്ടെന്നൊരു വീട്ടില് ഗസ്റ്റ് വന്നാല് നാരങ്ങ ഇല്ല, ജ്യൂസ് അടിക്കാനൊന്നുമില്ല, അല്ല നാരങ്ങ ഉണ്ട്, ജ്യൂസ് അടിക്കാൻ വേറെ ഒന്നുമില്ല. അപ്പൊ അവർക്ക് ഫ്ലേവർ എങ്ങനെ കൊടുക്കുമെന്ന് വെച്ചാൽ വേഗം സ്റ്റെപ്പ് ഇറങ്ങി പുറത്ത് പോവുക, തുളസിയുടെ ഇല പൊട്ടിക്കുക, ജ്യൂസ് അടിക്കുക, കൊടുക്കുക. തുളസിയൊക്കെ നമുക്ക് ആരോഗ്യമുള്ള കാര്യങ്ങളല്ലേ, അല്ലാതെ നമ്മൾ എന്താ പറയുക ഒരു ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക് അല്ല, അത് പ്യോറാണ്, നമ്മുടെ പ്രകൃതി തരുന്ന സാധനം വെച്ച്. പക്ഷെ അതിന് ചേച്ചിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അത്രയും മെനക്കെട്ട് അത് കണ്ടുപിടിക്കുന്നില്ല. ഇപ്പൊ ഈ ഞാൻ പറയുന്നു, ഞാൻ ആരുമല്ല. അല്ല, അത് അങ്ങനെ കൊണ്ടുവരാൻ കാരണമുണ്ട്. തലേ ദിവസം വൈകുന്നേരമാണ് ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞത് ഹെൽത്തി, ഹൈജീനിക്, ടേസ്റ്റ് ആൻഡ് ഡെക്കറേഷൻ 4 അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വേഗം വീട്ടിൽ നിന്ന് പുറത്ത് പോയി. കാരണം രാത്രി കഴിഞ്ഞാൽ പിന്നെ ചെമ്പരത്തിപ്പൂ കിട്ടില്ല, പൊങ്ങ് കിട്ടില്ല, തുളസി ഇതൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരാളെ ആശ്രയിക്കണ്ടേ. അപ്പൊ അത് പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ പുറത്തേക്ക് ഷോപ്പിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത്. എന്നിട്ട് പിന്നെ എനിക്ക് 2 ഓർഡർ ഉണ്ട്, അത് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. തിരക്കാണ് ഉമ്മ, വീട്ടില് വെറുതെ ഇരിക്കുന്നില്ല. ഇഷ്ടാണോ ചേച്ചിക്ക് ഇങ്ങനെ? എനിക്ക് വെറുതെ ഇരിക്കണ ഇഷ്ടമല്ല. വെരി ഗുഡ്, നല്ല കാര്യം. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കുക്കിംഗ് കോൺടെസ്റ്റിന് പോകുമ്പോൾ പ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ ചേച്ചി? നമ്മൾ ചെയ്ത ഒരു കാര്യം, അതായത് നമ്മള് സ്കൂളിലൊന്നും മെഡലൊക്കെ മേടിച്ചിട്ട് വരുന്ന പോലെ അല്ലേ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ കുക്കിംഗ് ഒരു അതിലും പിന്നെ മനസ്സിന് സന്തോഷം തരുന്നത് എന്താ വെച്ചാല് നമുക്ക് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാര് നമ്മളെ അതൊരു അഭിനന്ദിക്കണ്ടല്ലോ. സത്യം. നമ്മളിത് വാങ്ങിച്ചു വരുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, കാരണം നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ തന്നെയല്ലേ പരിപാടി, അപ്പൊ ആരും ഒന്നും തോന്നില്ല. പക്ഷെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അത് ഫാമിലി ആയാലും ഫ്രണ്ട്സുകളായാലും ഒക്കെ നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര മനസ്സിന് അതേപോലെ തന്നെ എനിക്ക് ഞാനൊരു സ്നാക്സോ എന്ത് ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഫസ്റ്റ് കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ റിവ്യൂ ഇല്ലേ, അത് കിട്ടണത് അത് സത്യമാട്ടോ. ഇവൻ ഒരു സാധനം ഉണ്ടാക്കിയാൽ പോലും ആരായാലും, നമ്മുടെ ഭർത്താവായാലും മക്കളായാലും ഒരു വാക്കയച്ചിട്ട് നല്ലതാന്ന് പറയുന്നതിന് ഒരു ടെൻഷൻ ഇല്ലേ? അൽഹംദുലില്ലാ, ഭർത്താവിന്റെ കൃപ കൊണ്ട്, അത് അനുഗ്രഹം കൊണ്ടായിരിക്കും. ഞാൻ എങ്ങനെ എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിനൊരു ടേസ്റ്റ് അനുഗ്രഹമാണ്. അത് അനുഗ്രഹിച്ചതും പിന്നെ എന്റെ
ഹസ്ബൻഡിന്റെ ഉമ്മയുടെ കൈപ്പുണ്യം അത് രണ്ടും കൂടെ എനിക്ക് കിട്ടിയ കാരണമായിരിക്കും സത്യം ഞാനിപ്പോ ഈ നിലയിൽ എത്തിയിട്ടുണ്ടാവും. അതാ ഒരിക്കലും അല്ല എന്ന് പറയല്ലേ. ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് ഇൻഷാല്ലാ ദൈവം തമ്പുരാൻ എല്ലാവർക്കും കൊടുക്കണമെന്നില്ലല്ലേ. ഈ പറഞ്ഞ പോലെ ഞാൻ പറയില്ല, എനിക്ക് തമ്പുരാൻ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ ചായ കുടിക്കില്ല, ഞാൻ പാൽ ചായ കുടിക്കില്ല. പക്ഷെ ഞാൻ എന്റെ അക്കാക്ക് ഉണ്ടാക്കി കൊടുത്ത ചായ അക്കാക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണം. എന്നെ ചേർക്കുന്ന പ്ലീസ്. ഒന്നുമില്ല അതല്ല, അത് നമ്മൾ സന്തോഷത്തോടെ ഒരു ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് പാല് അതങ്ങനെ സ്റ്റൗമിൽ വെക്കും. അതിന് ഇട്ട് വെക്കുന്ന ഡപ്പയില് ഒരു സ്പൂണ് പഞ്ചസാര, ഒരു സ്പൂണ് ചായപ്പൊടി, അതിന്റെ കൂടെ കുറച്ച് സ്നേഹം അതിട്ട് അത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് അരിച്ചു കൊടുക്കും. അതിൽ മധുരം ഉണ്ടോന്നോ പൊടി ഉണ്ടോന്നൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷെ ഇക്കാക്ക് ആ ചായ വേണം, എത്ര പുറത്തുനിന്ന് കുടിച്ചാലും. ജസ്റ്റ് ഇതുപോലൊക്കെ ചേച്ചി ഞങ്ങൾ വിടുന്നത്, പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അനുഗ്രഹം. സത്യം. പിന്നെ ചേച്ചി ചേട്ടൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി ഈ ഒരു കാര്യത്തില്? ചേട്ടന് സപ്പോർട്ട് ചെയ്യാൻ ചില ഇക്കാക്ക് ഭക്ഷണം ചില ഫുഡ് നന്നായിട്ട് കഴിക്കും. പോലെയാണ്, നല്ല രുചിയുള്ള ഭക്ഷണം വേണം. ഇക്ക നന്നായിട്ട് ഇത് ചെയ്യും, കുക്ക് ചെയ്യും നന്നായിട്ട്. കടകളിയൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അമ്മായിയമ്മ മദറിൻലോ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന. ഉമ്മാടെ സ്പെഷ്യൽ 2-3 കറികളുണ്ട്. അതായത് മീൻകറി മുളക് ഇടുന്നത്, പിന്നെ നമ്മള് വീട്ടിലുണ്ടാവുന്ന മുളകില്ലേ, ചീനമുളക് അല്ലാത്ത മറ്റേ കടലാസ് മുളകിന്റെ വേറെ വെർഷനൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, വൈറ്റും ഒക്കെ. കാന്താരി ഒരു കടലാസ് മുളക് തന്നെ വൈറ്റ് കളറിൽ വരുന്നത്, അതിപ്പോ ഒരു പച്ച കളർ ഇതേപോലെ കളറിലൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ മുളക് കറി വെക്കുക. പിന്നെ ആടിന്റെ തലല്ലേ, ബ്രെയിനും ഒക്കെ കൂടെ കുരുമുളക് നല്ല ചീരകം വെച്ചിട്ട് ഒരു കറി ഉണ്ട് ഉമ്മടത്. അത് സ്പെഷ്യൽ, ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ ചേച്ചിയുടെ ഫാമിലിയിൽ ചേച്ചിയാണ് ഏറ്റവും നല്ല കുക്ക്? എല്ലാരും ഫംഗ്ഷൻ വരുമ്പോ ചേച്ചിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്? വെച്ചാല് അവര് പറയും മാമി വെച്ചാൽ മതി എന്നുള്ള. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥിരം ഞാൻ വരുന്ന കാലത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു താത്ത ഉണ്ടായിരുന്നു, ഉമ്മക്ക് ചെയ്യാനുള്ള ഒരു താത്ത ഉണ്ടായിരുന്നു. ആ താത്ത നന്നായിട്ട്, ആ താത്താക്കി പറഞ്ഞ പോലെ പഠിച്ചോൻ്റെ ഒരു അനുഗ്രഹമുള്ള കാരണം വെച്ചാൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും നന്നായിട്ട് അത് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് കണ്ടുപിടിച്ച്. അപ്പൊ അവർക്ക് പ്രായമായി ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഞാൻ വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അത് മെല്ലെ മെല്ലെ ഞാനിങ്ങോട്ട് വാങ്ങിച്ച് ചെയ്തു തുടങ്ങി. അപ്പൊ ഈ കോntest തുടങ്ങാൻ അമ്മ എന്നെ വിളിച്ചു, ഉമ്മ വരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്തൊക്കെയായിരുന്നു ഉമ്മയ്ക്ക്? ഇമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചാല് ഞാൻ അങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടില്ല. അങ്ങനെയല്ല, ഉമ്മക്ക് ഉമ്മ ഒറ്റക്ക് ചെയ്യണത് ഇഷ്ടം. എനിക്ക് ഒരാള് കൂടെ വന്നിട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അത് ചെയ്തെന്ന് പറയണത് കോൺസെൻട്രേഷൻ പോകും, ടെൻഷനല്ല. എനിക്കൊരു ചില കൈയളവ് പോകുന്നില്ല. നമുക്ക് നമ്മളുടേതായ രീതിയിലാണ് ചെയ്തു വെച്ച ഒരു സംതൃപ്തിയാണ്. അത് മറ്റൊരാൾ വന്നിട്ട് അതില് ശരിയായില്ല, അതുണ്ടായോ അതിലെന്തെങ്കിലും വെച്ചിട്ടുണ്ട്, അതിൽ വെച്ച് അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ. നമ്മൾ ചെയ്താലിപ്പോ ഉദാഹരണത്തിന് അന്ന് നമ്മൾ കോമ്പറ്റീഷൻ അവിടെ വന്ന സമയത്ത് അമ്മയും മോളൊന്നല്ലേ കോമ്പോ, അതിൽ അവള് എന്നോട് ഉള്ളി അരിയട്ടമ്മ, അതരിയട്ടമ്മ, ഇതരിയട്ടമ്മ അവള് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അവൾക്ക് ബിരിയാണിയുടെ എന്തൊക്കെയാന്നുള്ള അവർക്ക് അറിയില്ലല്ലോ. അവൾ എന്നോട് ഓൾറെഡി ചോദിക്കണ്ടല്ലോ അത് ചെയ്യട്ടെ. പക്ഷെ എനിക്ക് ഈ ബിരിയാണിയിൽ ഇത് വരുന്ന കാരണം എനിക്ക് അവൾക്കൊന്നും പറഞ്ഞു കൊടുക്കാനും പറ്റണില്ല, അവൾക്കാണെങ്കിലും അത് ചെയ്യാതെ വെറുതെ നിൽക്കാനും പറ്റണില്ല. ഇപ്പൊ ചേച്ചി ഉമ്മയുടെ എല്ലാം പഠിച്ചതുപോലെ ഇവര് 3 പേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ ആ ഒരു കൈപുണ്യം? അതിപ്പോ ഇവള് തന്നെയാണ് ഇപ്പൊ അധികം ചെയ്യണം. മറ്റാള് പിന്നെ കല്യാണം പോയി അവരുടേതായ ഫാമിലി ആയി. അപ്പൊ അടുത്ത് ഇനി കോൺടെസ്റ്റ് ഒക്കെ വരുമ്പോ ഇദ്ദേഹത്തെ ഇറക്കാം നമുക്ക്. അവൾക്ക് അതിൽ താല്പര്യം, അങ്ങോട്ട് കോൺടെസ്റ്റിൽ പോകാൻ താല്പര്യം. ഫുഡിനോട് അങ്ങനല്ല, ഇങ്ങനെ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഉമ്മായിക്ക് കൂട്ടുവന്നതൊരു ചരിത്ര ഇപ്പൊ ഞാനൊക്കെ ഉമ്മയുടെ മോളാണെങ്കിൽ ആദ്യം യൂട്യൂബ് പോയിട്ട് ഇല്ല. ഞാനിപ്പോ എന്ത് വീഡിയോ, ഞാൻ എന്ത് റെസിപ്പി ചെയ്യണമെങ്കിലും വീഡിയോ ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്യണം. ഞാൻ തന്നെ ഒറ്റക്ക് എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ ഒറ്റക്ക് പാട്ട് കേട്ട്. പിന്നെ അവരോട് ചോദിച്ചാൽ അല്ല, അവർക്ക് ചോദിച്ച നേരല്ലേ ചെയ്യാന്. എടുത്താലും അമ്മക്ക് ഒരു തൃപ്തി ആയിട്ടുള്ള കാരണം വിളിക്കാറില്ല. യൂട്യൂബ് ചാനൽ ഏതാ പേര്? ചാനലില്ല, ഞാൻ ഇൻസ്റ്റയില് ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. അപ്പൊ അത് എന്നാത് വെച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർ നോക്കണ്ടേ? ഞങ്ങൾക്ക് വല്ല അടിച്ചു മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. അത് ജെസ്സിസ് ഹോം ഗാലറി, അതാ ഇതിന്റെ കാണിച്ചു, ഹോം ഗാലറി. ഓക്കെ, എന്നെ പ്രേക്ഷകർ ഇതെല്ലാം നോക്കിക്കോ. നമ്മുടെ ജെസ്സി ചേച്ചിയുടെ കംപ്ലീറ്റ് കുക്കറി ഇല്ലെങ്കിലും സൈഡിൽ കൂടെ എങ്കിലും നമുക്കൊക്കെ പോകാൻ പറ്റും. മക്കളെ ഉമ്മ ഓക്കെ ബേസിക്കലി നമുക്കറിയാം മലബാർ ഡിഷസും മലബാർ സ്നാക്സ്, മലബാർ ബിരിയാണി, ഇതെല്ലാം ഉമ്മയ്ക്ക്
കൈവെള്ളയിൽ ഇങ്ങനെ കളിക്കുന്ന ചെറിയ കളിപ്പാട്ടുകൾ മാത്രം. പക്ഷെ എന്നാലും ഉമ്മയുടെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഇപ്പം ഉമ്മയുടെ, അതായത് അമ്മയുടെ മദർ ഇൻ ലോ ചെയ്യുന്ന കറി അങ്ങനെയൊക്കെ അതില് മുളക് കറി ഇല്ലേ, അത് ഉമ്മ ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കായിരുന്നു. മുളക് അത് അടിപൊളി, എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്. എന്തായാലും ചേച്ചി പോണതിന് മുമ്പ് ഞങ്ങൾക്ക് മുളക് കറി തന്നേച്ചു പോകും. എല്ലാത്ത ടേസ്റ്റ് അപാര ടേസ്റ്റാ, ഒന്നും വേണ്ട. അതൊരു തരി ഉണ്ടായി കഴിഞ്ഞാൽ ചോറ് എത്രയും കഴിക്കാം. ചേച്ചി പിന്നെ ഇപ്പത്തെ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു അല്ല? അവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ മാങ്ങയുടെ കണ്ടായിരുന്നോ ചേച്ചി? സ്വീറ്റ് കേസരി പോലെ മാങ്ങപ്പം ഇതുണ്ടല്ലോ കുറുക്കിയതാന്ന് പറഞ്ഞിട്ട് അല്ലെ? അതേപോലെ ചേച്ചി എന്തോ ഒരു കുമ്പളങ്ങ വെച്ചിട്ട് അലുവ അതിലുണ്ട്. അതാണ് അതില് മെയിൻ ഹൈലൈറ്റ്. ഇതാണ് എന്റെ അതൊന്ന് കഴിക്കും. ദൈവമേ, ഞാൻ വിചാരിച്ചു സാധാ മിൽക്ക് അലുവ. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പൊ തന്നെ കഴിച്ചിട്ട് ടേസ്റ്റ് ഡെഫിനറ്റ്ലി പറയാം. എനിക്ക് കട്ട് ചെയ്യാൻ ചേച്ചി കത്രയെ കാത്തെടുക്കാൻ പോണം. ഞാനത് ഉറപ്പായിട്ടും ഞാൻ വിചാരിച്ചു ശരിക്കും മിൽക്ക് ഹൽവ. ഇത് കുമ്പളങ്ങി പൊങ്ങും വെച്ചിട്ടുള്ള ഹൽവയാണ്. ഈ പൊങ്ങിന് ഒരു മാസ്റ്റർ പീസ് ആണല്ലോ. ഇതെങ്ങനെയാണ് ചേച്ചി പൊങ്ങുമായിട്ട് ഇത്ര ഫ്രണ്ട് ആയത്? പൊങ്ങിച്ച വീട്ടില് സ്ഥലമുള്ളത് കാരണം ഇഷ്ടംപോലെ തേങ്ങ പറമ്പിൽ കിടന്നിട്ട് മുളച്ചിട്ട് നമ്മള് തെങ്ങ് കയറി കഴിഞ്ഞാൽ തേങ്ങ വിൽക്കുമല്ലോ. ആ വിൽക്കുന്ന സമയത്ത് ഒരുപാട് മുളച്ചതുണ്ടായിരിക്കും. അപ്പൊ മുളച്ചത് അവരെടുക്കൂല, അത് നമുക്ക് തരും. അപ്പൊ നമ്മളെ ചിലപ്പോ വെട്ടിയിട്ട് അവര് തേങ്ങ എടുത്തിട്ട് പൊങ്ങ് നമുക്ക് തരും. അപ്പൊ അത് വീട്ടില് കുറെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ മുന്നൊന്നും നമ്മളത് ശ്രദ്ധിക്കാറില്ല, കാരണം അത് വെറുതെ തിന്നും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതേപോലെ കൊടുക്കും. പിന്നെ ഞാൻ ഈ കോമ്പറ്റീഷന് വന്ന് തുടങ്ങിയപ്പോഴാണ് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നാടൻ വിഭവത്തിലല്ലേ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യണത്. അപ്പൊ ഇത് വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ജ്യൂസ് അടിച്ചു നോക്കി. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജ്യൂസ് പാലും ഇതൊക്കെ വെച്ചിട്ട്. അതിന് നല്ല പൊങ്ങല്ലേ, കാറിൽ നമ്മൾ എടുക്കണില്ലല്ലോ. അപ്പൊ നല്ല പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ, പാലും അതും കൂടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി അല്ലേ. നമുക്കൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിന് അത്യാവശ്യമുള്ള പോഷക. അത് കഴിഞ്ഞപ്പോ പിന്നെ ഇതേപോലെ അത് എനിക്ക് തോന്നി, ഇത് പറഞ്ഞില്ലേ ഹെൽത്തി ആൻഡ് പിന്നെ ഹൈജീനിക് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിപ്പോ ഹെൽത്തി ആവുമ്പോ തേങ്ങാപ്പാൽ ചേർക്കുമ്പോ അതില് കുറച്ച് ഒരു പോർഷൻ എടുത്തിട്ട് ചേർത്താൽ എന്തിരിക്കും എന്നുള്ള എനിക്ക് തോന്നല് മനസ്സിലാക്കി. ചോറിനും ചേർത്തു. ചോറ് നെയ്ച്ചോറല്ലേ വെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇല ഉണ്ടല്ലോ രമ്പയില, വലിയ കൈത അത് വീട്ടിലുണ്ട്. അത് നെയ്ച്ചോറ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആണല്ലോ ചോറിന്. അപ്പൊ അത് ചേച്ചി പറയാം, നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് കഴിഞ്ഞ സീസണിലാന്ന് തോന്നുന്നു നമ്മളും ചെയ്തിട്ടുണ്ട്. ഇത് എല്ലായിടത്തും കിട്ടുന്ന, നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങളുടെ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ രമ്പയില എന്ന് പറയും. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല, മാർക്കറ്റിലൊന്നും നമ്മളെ ട്രിവാൻഡ്രത്തുണ്ട് രമ്പയില എന്ന് പറയും, അല്ലെങ്കിൽ പന്തൻ ലീവ്സ് പറയും. ഇത് നമ്മളൊരു ചെറിയ കടയിൽ പോയേച്ച് അത് മേടിക്കുമ്പോൾ വേരോടുകൂടി മേടിക്കുവാന്നേൽ അത് നട്ടുപിടിപ്പിച്ചാൽ നല്ല കാട് പോലെ വളരും. ഈ ചേച്ചി പറയുന്ന നെയ്ച്ചോറിനിടാൻ നല്ലത്. അതേപോലെ ചിക്കൻ കറിയിലും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. അത് അതിന്റെ അടുത്ത് കൂടെ നമ്മൾ പോകുമ്പോ തന്നെ അതിന് പ്രത്യേക ഒരു മണം വരും. നമ്മള് അരിയുടെ ഷോപ്പിൽ പോവില്ലേ, ബിരിയാണി ഒക്കെ വിൽക്കുന്ന അരിയുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലല്ലേ, അതേപോലത്തെ സ്മെല്ലാണ്. അത് കണ്ടുകൊണ്ടായിരിക്കണം ആ ചോറിന് അത്ര ഫ്ലേവർ വന്നിട്ടുണ്ടാവുക. ഇവിടെ ഒരു ചേച്ചി വന്ന സ്ഥിതിക്ക് എന്റെ പ്രേക്ഷകർക്ക് ഒരു പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പറഞ്ഞല്ലോ, ഒരു സ്നാക്ക് ആയാലും മതി. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ്, ബേക്കറി ബ്രെഡ് വാങ്ങിക്കുക. എന്നിട്ട് അത് സോഫ്റ്റ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അമർത്തി ഇങ്ങനെ പരത്തുമ്പോൾ അത് പൊട്ടില്ലേ. അപ്പൊ നമ്മളത് 2 എണ്ണം വെച്ചിട്ട് കല്ലുമ്മല്, പത്തിരി കല്ലുമ്മല് അല്ലെങ്കിൽ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴലുകൊണ്ട് പരത്തിയിട്ട് ഇതേപോലത്തെ റൗണ്ട് ഡപ്പട മൂടിയോ അല്ലെങ്കിൽ നമ്മൾ ഡോണട്ട് കട്ടർ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്തത് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ ചുറ്റുഭാഗമുള്ളത് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഈ റൗണ്ട് നമ്മൾ ഈ ചുറ്റുഭാഗത്തുള്ള വേസ്റ്റ് വന്നത് പൊടിക്കുക. പൊടിക്കുക. എന്നിട്ട് ആ പൊടിയിൽ ആദ്യം കോഴിമുട്ടയിൽ മുക്കുക. ഈ മുറിച്ചത് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിൽ പൊരിക്കുക, വെളിച്ചെണ്ണയിൽ പൊരിക്കുക. പൊരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നെയ്യപ്പം പോലെ പൊങ്ങി വരും. അത് നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് പോലെ വരും. അതായത് പോക്കറ്റ് പോലെ. അതിൽ നമ്മൾ ചിക്കന് നന്നായിട്ട് പൊടിക്കുക, പൊരിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട്. അതായത് ഉപ്പ്, മുളക്, മഞ്ഞൾ ഇട്ടിട്ട് നമ്മൾ കായം പരത്തിയിട്ട് അത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കി വറുത്തെടുത്തിട്ട് അത് നമ്മൾ എല്ല് കളഞ്ഞിട്ട് പൊരിക്കുക. ആ പൊടിച്ചത് അതിൽ പച്ച സവാള, അതായത് സാധാരണ കൊത്തി അരിഞ്ഞ നല്ല നൈസാക്കി അരിഞ്ഞ അത്, കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പോക്കറ്റിന്റെ ഉള്ളിൽ വെക്കുക. ഒരു അടാർ സംഭവമാണ്. സംഭവം വെരി സിമ്പിൾ.
വെരി സിമ്പിൾ. വീട്ടിലെപ്പോഴുള്ള സാധനമാണ് ബ്രെഡ്. ഇനിയിപ്പോൾ അഥവാ പിന്നെ സോഫ്റ്റ് അല്ലാത്ത ബ്രെഡ് ആണെങ്കിൽ ഒന്ന് ആവി കയറ്റിയാൽ മതി. മെനക്കെടാൻ പറ്റാത്ത എന്തുണ്ടോ എളുപ്പം ചേച്ചി ചെയ്ത് നോക്കാം. അതെ, ഞാൻ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ചെയ്ത് നോക്കിയൊരെണ്ണം തരട്ടെ. തമ്പുരാനെ, ഇൻഷാല്ല തമ്പുരാനെ വിളിച്ചേച്ച് ഞാനൊന്ന് വിളമ്പാം. കാര്യം ഇത്രയും വലിയൊരു കലവറ സ്ഥലത്ത് വരുന്ന ചേച്ചിയോടും ഇത്രയും ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ചേച്ചിയോടും ഞാൻ കൊടുക്കുന്ന എന്താവാനല്ലേ. പക്ഷെ എന്നാലും എൻ്റെ ഒരു സന്തോഷം ഞാൻ എടുത്തിട്ട് വരാം. ഒരു UP ഡിഷാ ചെയ്തേ. നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊന്നുമല്ല, ഒരു ഡിഫറെന്റ് ആണ്. നാടൻ ഐറ്റംസ് ഉണ്ടാക്കുന്ന ആൾക്ക് ചേച്ചി നമ്മൾ എപ്പോഴും നാടൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ്. ഞങ്ങളിങ്ങനെ പരീക്ഷണം എത്രയും വേഗം എത്രയും എളുപ്പത്തിൽ ജോലി തീർക്കാൻ പറ്റും അതാണ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അല്ല ചേച്ചി ഇങ്ങനെ ഇച്ചിരി മടിയുണ്ട് സത്യം. ഈ ഡിഷിനകത്ത് തക്കാളി അങ്ങനെ ചേർത്ത് ഞാൻ തൈരാ ചേർത്ത്. അതിന്റെ കൂടെ മറ്റേ നമ്മുടെ കുറച്ച് പാൽപ്പൊടി അങ്ങനത്തെ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് പോയതാ. സംഭവം ടേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മള് സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കണ കാരണം നമുക്ക് അത് നമ്മുടെ സ്ഥിര ഭക്ഷണമല്ല, അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം പിടിച്ചു. അപ്പൊ വരുമ്പോ ഞാനൊരു സ്പെഷ്യൽ എന്തെങ്കിലും തരണ്ടേ. അല്ല ചേച്ചി വെക്കുന്ന അതേ മട്ടൻ കറി തന്നെ ഞാനും ചെയ്തു തന്നിട്ട് കാര്യമില്ല. എന്റെ അടുക്കളയിൽ വരുമ്പോ ഒരു സ്പെഷ്യൽ, എന്റെ ഒരു നിറവ്, എന്റെ ഒരു സന്തോഷം. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഇവിടെ വന്ന് എനിക്ക് ഇത്രയും എന്താ പറയാ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റിയാലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇത് ഞാൻ കഴിക്കും കേട്ടോ. നിറവോടെ കൊണ്ടൊരു നിറച്ച് എനിക്ക് തന്നാൽ ആ നിറവ് ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പൊ ചേച്ചി ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ സപ്പോർട്ടും ഞാനും എൻ്റെ പ്രേക്ഷകരും കൂടെ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ. അതെ, പുതിയ വിശേഷങ്ങളും പുതിയ രുചികളും പുതിയ അതിഥികളല്ലേ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വന്നേ. ഇത് കാണണമെങ്കിൽ ആനീസ് കിച്ചൺ കാണണം. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.